ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജമന്തി ചെടിയെക്കുറിച്ചാണ്. ഈ പ്ലാന്റിൻ്റെ കെയറിങ്, പ്രൊപ്പഗേഷൻ, റിപ്പോർട്ടിംഗ് എല്ലാം ഈ വീഡിയോയിൽ പറയുന്നു. വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വയ്ക്കും, പെട്ടെന്ന് തന്നെ ഇത് നശിച്ചു പോകും എന്നത്. അതിൻ്റെ പ്രധാന ഒരു കാരണം ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം അമിതമായി കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ കാരണം. അപ്പം നമ്മൾ ഈ പ്ലാന്റ് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെയിൽ. നല്ല അതികഠിന വെയിലിൽ നിന്നും കുറച്ച് മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് പൂക്കളൊക്കെ കരിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. ഇപ്പോൾ ഈ പ്ലാന്റ് ഞാൻ ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ഒരു പ്ലാന്റാണ്. ഇത് റീപോർട്ടിംഗ് ചെയ്യേണ്ടത് രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റീപോർട്ടിംഗ് ചെയ്യാൻ എടുത്തിരിക്കുന്ന പോട്ട് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അതിൽ നമ്മൾ അകത്ത് ഹോൾ ഇടുക. പിന്നെ നമ്മൾ പ്ലാന്റ് വാങ്ങുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹെൽത്തി ആയ ഒരു പ്ലാന്റ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയ പ്ലാന്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ പൂക്കളൊക്കെ കരിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഓൾഡ് പോട്ടിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ചെയ്തെടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഒന്ന് കമഴ്ത്തി പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതാണ്. പിന്നെ നമ്മൾ ഒരല്പം മണ്ണ് നമ്മൾ എടുത്തേക്കുന്ന പോട്ടിൽ നിറയ്ക്കുക. അതിനുശേഷം പ്ലാന്റ് അതിൽ വെച്ച് നോക്കുക കറക്റ്റ് അളവാണോ എന്ന്. ഇങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് താഴ്ത്തി മാത്രമേ പ്ലാന്റ് വെക്കാൻ പാടുള്ളൂ. ശേഷം മണ്ണ് ഫില്ല് ചെയ്യുക. ഏകദേശം 3/4 ഭാഗത്തോളം മണ്ണ് ഫില്ല് ചെയ്ത് ചെടി ഉറപ്പിച്ച ശേഷം ഞാൻ ഇതിനൊരു വളം ചെയ്യുന്നുണ്ട്. നമ്മുടെ തേയിലച്ചണ്ടിയാണിത്. ഇത് ഞാനൊരു വളമായിട്ട് മണ്ണിന് മുകളിൽ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കൂടുതൽ ഹെൽത്തി ആയി പ്ലാന്റ് വരാൻ വേണ്ടിയാണ്. അതിനുശേഷം മിതമായ രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കുക. തേയിലച്ചണ്ടിയോടൊപ്പം മുട്ടത്തോടും ഉണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മണ്ണിലിളക്കി ചെടി നടാവുന്നതാണ്. ഇപ്പം നമുക്ക് മറ്റു വളങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഇത് ഉപയോഗിക്കാവുന്നത് ചെടി നന്നായി വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരാഴ്ച നമ്മൾ തണലത്ത് വെച്ചിരിക്കുക. വെള്ളം നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം അമിതമായി പോയി കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. പിന്നെ ഈ പ്ലാന്റ് മഴയത്തൊന്നും കൊണ്ടുപോയി വെക്കരുത്. അമിതമായി മഴയൊക്കെ നനഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് നശിച്ചു പോകും. നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം അമിതമായി താങ്ങാൻ പറ്റാത്ത ഒരു പ്ലാന്റാണിത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ, അതായത് ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ളതൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് ഇതിനായി നീം സ്പ്രേ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നീം സ്പ്രേ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന പിന്നെ പെസ്റ്റിസൈഡാണ് നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ആര്യവേപ്പില ഒക്കെ നന്നായി തിളപ്പിച്ച് ആറിയ ശേഷം ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിലെ കീടങ്ങളൊക്കെ ഇല്ലാതാവുന്നതാണ്. അതേപോലെ ഇതിന് കൊടുക്കാൻ പറ്റിയ വളങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചാണകത്തിൻ്റെ തെളി കൊടുക്കാം. അതുപോലെ തന്നെ കോഴിക്കാഷ്ടം ഉണങ്ങി പൊടിച്ചത് കൊടുക്കാവുന്നതാണ്. മുട്ടത്തോട്, ചായപ്പിണ്ടി, അതുപോലെ തന്നെ പഴത്തൊലി അരച്ച മിശ്രിതം ഒക്കെ നമുക്ക് ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ നന്നായി വളരുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂവെല്ലാം കൊഴിഞ്ഞു പോയതിന് ശേഷം ആ തണ്ടിൻ്റെ കുറച്ച് താഴെ ഭാഗത്ത് വെച്ച് ഇത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് മണ്ണിൽ നട്ടാൽ പുതിയ പ്ലാന്റ് ആകും. അപ്പം ഇതുപോലെ തണ്ട് മുറിച്ച് നട്ടാൽ അതിന് ഒരു ഹോർമോൺ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ വേര് പിടിക്കാൻ നന്നായിരിക്കും. അപ്പം അതിനുവേണ്ടി നമുക്ക് റൂട്ടിംഗ് ഹോർമോണായിട്ട് നമ്മുടെ കറ്റാർ വാഴ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജമന്തി ചെടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം കൂടുതൽ ആയി ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.